കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെട്രിക്സ് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിൽ കണ്ടിന്യൂ ദാറ്റ്. ഫസ്റ്റ് സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആദ്യം നമ്മൾ ട്രാൻസ്ലേഷൻ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഒരു സെയിം മീഡിയത്തിൽ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെഡ് ആക്സിസിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറേയുടെ പുതിയ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മെട്രിക്സ്. അതുപോലെ റിഫ്രാക്ഷൻ മെട്രിക്സ് കണ്ടുപിടിച്ചു. ഓക്കെ, ഒരേ പോയിന്റിൽ തന്നെ ജസ്റ്റ് അറ്റ് ദ ബൗണ്ടറി ഓഫ് രണ്ട് മീഡിയത്തിൻ്റെ ആ ബൗണ്ടറിയിൽ റിഫ്രാക്ഷൻ സംഭവിക്കും. സോ ജസ്റ്റ് അത് തൊട്ട് മുന്നേ ഉള്ള റേ സ്പെസിഫിക്കേഷനും അതിന് തൊട്ട് ശേഷമുള്ള റേ സ്പെസിഫിക്കേഷനും അത് ആ കോർഡിനേറ്റ്സ് കണക്ട് ചെയ്യുന്നതിനാണ് റിഫ്രാക്ഷൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എടുത്തത്. ദാറ്റ് ഈസ് ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസ് മാത്രം. ആ ഒരു കേസിൽ അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺവെക്സ് ലെൻസ് കടന്നു പോകണമെങ്കിൽ ആ ലൈറ്റിന് രണ്ട് റിഫ്രാക്ഷനും ഉണ്ടായിരിക്കും, ഒരു ട്രാൻസ്ലേഷനും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു സിസ്റ്റം മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തു. സിസ്റ്റം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും വേറെ വേറെ ആയിരിക്കും. ഇപ്പം ഞാനിവിടെ ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡബിൾ കോൺവെക്സ് ലെൻസ്. ഓക്കെ, അപ്പോൾ ഡബിൾ കോൺവെക്സ് ലെൻസിന് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കോർഡിനേറ്റ്സും എമർജ് ചെയ്ത് പോകുന്ന ശേഷമുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോർഡിനേറ്റും റിലേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സിസ്റ്റം മെട്രിക്സ് ഫോർ ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ ലാംഡ ടു x2, അതായത് എമർജ് ചെയ്ത് പോകുന്ന കോർഡിനേറ്റ്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് p2 d/n. ദെൻ അവിടെ ഒരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, ടോട്ടൽ മെട്രിക്സ് ഇൻറ്റു ലാംഡ 1 x1. ഓക്കെ, അപ്പോൾ ഈ മൊത്തം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ഈ മെട്രിക്സിനെയാണ് നമ്മൾ സിസ്റ്റം മെട്രിക്സ് എന്ന് വിളിച്ചത്. ദാറ്റ് ഈസ് എസ്. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ ഇതിൽ P1 ഉണ്ട്, P2 ഉണ്ട്, D ഉണ്ട്, N ഉണ്ട്. D എന്ന് പറയുന്നത് ആ ലെൻസിൻ്റെ തിക്നെസ് ആയിട്ട് വരും. അതായത് ആ മീഡിയത്തിൻ്റെ ഉള്ളിലൂടെ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ദാറ്റ് ഈസ് ക്യാപിറ്റൽ D. N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് ലെൻസ്. ഓക്കെ, ദെൻ P1 P2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു, രണ്ട് സർക്കുലർ ആർക്കിൻ്റെ പാർട്ടുകളായിട്ടാണ്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലും. ഓക്കെ, അത് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കാം, സെയിം ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പോൾ അതിൽ P1 P2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ പവർ ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സർഫസ്. ഫസ്റ്റ് റിഫ്രാക്റ്റിംഗ് സർഫസിൻ്റെയും സെക്കൻഡ് റിഫ്രാക്റ്റീവ് സർഫസിൻ്റെയും പവർ ആണെന്ന് പറഞ്ഞു. പവർ എന്താ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, പവർ ഈസ് ഗിവൺ ബൈ n2 മൈനസ് n1 ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആ ടോട്ടൽ സിസ്റ്റം മെട്രിക്സിനെ നമുക്ക് ABCD എന്നുള്ള ഫോമിൽ എഴുതാം. ഓക്കെ, സോ സിസ്റ്റം മെട്രിക്സ് S ഈസ് റിട്ടൺ ആസ് B മൈനസ് A മൈനസ് D C. ഓക്കെ, അതിൽ ABCD എന്ന് പറയുന്ന കോൺസ്റ്റന്റ് നമ്മൾ വിളിക്കും ഗോസ് കോൺസ്റ്റൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അതിൽ ABCD കോൺസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ സിസ്റ്റം മെട്രിക്സ് ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ട് ആ ലെൻസിൻ്റെ തൊട്ട് ഇൻസിഡൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നുള്ള പൊസിഷനും എമർജ് ചെയ്ത് പോകുന്ന ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊസിഷൻ കോർഡിനേറ്റ്സ് മാത്രമേ ഈ സിസ്റ്റം മെട്രിക്സ് വെച്ചിട്ട് എനിക്ക് കിട്ടുള്ളൂ. നൗ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ലെൻസിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ +2 പഠിപ്പിച്ചിട്ടുണ്ട് UV എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, വാട്ട് ഈസ് യു? യു ഇസ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ലെൻസിൽ നിന്ന് എത്ര ദൂരം വെച്ചിട്ടുണ്ട് അതിനെയാണ് U എന്ന് വിളിക്കുന്നത്. ഓക്കെ, V എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഇമേജ് എവിടെയെങ്കിലും ഫോം ചെയ്യും, ഒരു സ്ക്രീനിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് ഓക്കെ, കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഇമേജ് ഫോം ചെയ്യുന്ന ആ പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കും V, ദാറ്റ് ഈസ് ഇമേജ് ഡിസ്റ്റൻസ് UV. ദെൻ ഫോക്കൽ ലെങ്ത്തും ഒബ്ജക്ട് ഡിസ്റ്റൻസും ഇമേജ് ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം, 1/u + 1/v = 1/f. ഇത് നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അത് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള റിലേഷനും
എവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഇമേജ് ഫോം ചെയ്യും, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ, ഇതൊക്കെ നമുക്ക് ഈ മാട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ടുഡേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസിൻ്റെ ഫിഗർ നോക്കിയാൽ കാണാം. ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ഉണ്ട്, അതിന് രണ്ട് റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്. ഓക്കെ, ഒന്നിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണെന്ന് വിചാരിക്കുക, അടുത്തതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ OO പ്രൈം എന്ന് പറയുന്ന പൊസിഷനിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, I പ്രൈം എന്ന് പറയുന്നത് അവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദർ ആർ ടു പ്ലെയിൻസ്, വൺ ഈസ് ഒബ്ജക്റ്റ് പ്ലെയിൻ, അനദർ ഈസ് ഇമേജ് പ്ലെയിൻ. ഓക്കെ, ഇനി നമ്മൾ കൺവെൻഷനലായിട്ട് ഒപ്റ്റിക്സ് പഠിക്കുമ്പോൾ ദർ ഇസ് എ സൈൻ കൺവെൻഷൻ. ഓക്കെ, നമ്മളൊരു സൈൻ കൺവെൻഷൻ വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് എനി ഡിസ്റ്റൻസ് ലെഫ്റ്റ് ഓഫ് ദ റിഫ്രാക്റ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഇവിടെ റിഫ്രാക്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ലെൻസ് ആണ്. ഓക്കെ, ആ ലെൻസിന്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറയും, റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ് ആണെന്ന് പറയും. ദാറ്റ് ഈസ് എ സൈൻ കൺവെൻഷൻ. ഓക്കെ, അപ്പൊ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ OO പ്രൈം എന്ന് ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ D1 എന്ന് എടുത്തിട്ടുണ്ട്. ഫിഗർ നോക്കിയാൽ കാണാം, ദാറ്റ് ഈസ് ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, OO പ്രൈം എന്ന് ലെൻസ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ D1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ്, ബിക്കോസ് ആ റിഫ്രാക്റ്റിംഗ് സിസ്റ്റത്തിന്റെ ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് D1. സോ D1 ഈസ് ടേക്കൺ ആസ് മൈനസ് D1. ഓക്കെ, ഇനി D2 എന്ന് പറയുന്ന ആ റിഫ്രാക്റ്റിംഗ് സിസ്റ്റത്തിന് റൈറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, സോ ദാറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ദിസ് ഇസ് ദ സൈൻ കൺവെൻഷൻ. ഈ സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, so with that keep in mind, we will go to the next slide. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് OO പ്രൈമിൽ നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ട്, I പ്രൈമിലാണ് ഇമേജ് ഫോം ചെയ്യുക, ഒബ്ജക്റ്റ് പ്ലെയിന്, ഇമേജ് പ്ലെയിന്. ഓക്കെ, നമുക്ക് ആദ്യം അതിൻ്റെ കോർഡിനേറ്റ്സിനൊന്ന് ഡിഫൈൻ ചെയ്യാം. സോ അറ്റ് ദ സ്റ്റാർട്ടിങ്, ദാറ്റ് ഈസ് അറ്റ് ദ പൊസിഷൻ ഓഫ് OO പ്രൈം. OO പ്രൈമിൽ ഒരു റേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, O പ്രൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Pയിൽ പോയി, അവിടുന്ന് Qയിൽ വരെ റിഫ്രാക്ട് ചെയ്ത് വന്നു, Qന്ന് I പ്രൈമിൽ എത്തി. ഓക്കെ, അപ്പോൾ OO പ്രൈമിലുള്ള റേ പൊസിഷനെ ഞാൻ λ1 x1 എന്നുള്ള കോർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി P എന്ന പോയിന്റിലാണ് ആ ലെൻസിൽ ആദ്യമായിട്ട് ഇൻസിഡന്റ് ചെയ്യാൻ പോകുന്നത്. ആ ഇൻസിഡന്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള പൊസിഷനെ ഞാൻ λ പ്രൈം x പ്രൈം എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി അത് റിഫ്രാക്ഷൻ സംഭവിച്ചു, അതൊന്നും എനിക്ക് അറിയേണ്ട, കാരണം അതല്ല ഞാൻ എൻ്റെ സിസ്റ്റം കോർഡിനേറ്റ്, ദാറ്റ് വിൽ ടേക്ക് കെയർ. I don't need to bother about that thing. Now the coordinate at Q just after emerging. Okay, അതിനെ ഞാൻ λ ഡബിൾ പ്രൈം x ഡബിൾ പ്രൈം എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ ലാസ്റ്റ് I പ്രൈമിൽ എത്തുന്നുണ്ട്, ഇമേജ് പ്ലെയിനിൽ ആ റേ എത്തുന്നുണ്ട്. ആ പൊസിഷനെ ഞാൻ λ2 x2 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ λ1 x1 എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ, അതായത് OO പ്രൈമിലുള്ളത്. λ2 x2 എന്ന് പറയുന്നത് I പ്രൈമിലുള്ള പൊസിഷൻ. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എനിക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു സിസ്റ്റം മെട്രിക്സ് ഉണ്ട്. സിസ്റ്റം മെട്രിക്സിന്റെ ആ ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റം മെട്രിക്സിന്റെ കൂടെ രണ്ട് ട്രാൻസ്ലേഷനും കൂടി നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഡിസ്റ്റൻസ് D1ഉം ഒരു ഡിസ്റ്റൻസ് D2ഉം. ആ രണ്ട് ഡിസ്റ്റൻസുകളിൽ ട്രാൻസ്ലേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ഓക്കെ സർ, വർഷേനെയും വിഷ്ണുവിനെയും ഒന്ന് ആഡ് ചെയ്തു. ഇവരൊക്കെ ഉണ്ടായിരുന്നാണല്ലോ. വിഷ്ണുവിന്റെ അവിടെ റേഞ്ച് കുറവാന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, വർഷം വന്നിട്ടുണ്ട്, വിഷ്ണുവിനെ കാണാനില്ല. അവനവിടെ റേഞ്ച് കിട്ടുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പോഴും കാണാനില്ല, നോക്കാം. ശരി, ഓക്കെ. അപ്പൊ അടുത്ത സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ λ പ്രൈം എക്സ് പ്രൈം, അതായത് പിയിലുള്ള കോർഡിനേറ്റ്സ്, ജസ്റ്റ് തൊട്ട് മുന്നിലുള്ള കോർഡിനേറ്റ്സ്, അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് -d1 ട്രാൻസ്ലേഷൻ നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞു ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഞാൻ ചെയ്യുന്നതാ, അതായത് പിയിലുള്ള കോർഡിനേറ്റ്സിനെയാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്, തൊട്ട് മുന്നേയുള്ള കോർഡിനേറ്റ്സ്. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ ഏതാ, ഒരു ട്രാൻസ്ലേഷൻ നടത്തിയാൽ മതി. ട്രാൻസ്ലേഷൻ മെട്രിക്സ് നമുക്കറിയാം 1 0 D1. അതിൽ ഡിക്ക് പകരം ഇവിടെ -D1 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 0 -D1 1 ഇൻറ്റു λ1 x1 ഇനീഷ്യൽ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പിയിൽ എത്തുമ്പോഴുള്ള കോർഡിനേറ്റ് കിട്ടി. ഇനി ക്യൂ നിന്ന് ജസ്റ്റ് പുറത്ത് പോകുമ്പോഴുള്ള കോർഡിനേറ്റ് കിട്ടാനായിട്ട്, ദാറ്റ് ഈസ് λ'' x''. അതിന് ഒരു സിസ്റ്റം മെട്രിക്സ് നമുക്കറിയാം, ABCD സിസ്റ്റം മെട്രിക്സ് നമ്മളത് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ λ'' x''നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്യൂവിലുള്ള കോർഡിനേറ്റ് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പോൾ ക്യൂവിലുള്ള പൊസിഷൻ കിട്ടി. ഇനി ഐയിലുള്ള പൊസിഷൻ കിട്ടണമെങ്കിൽ അഗെയിൻ ഒരു ട്രാൻസ്ലേഷൻ ചെയ്താൽ മതി ത്രൂ എ ഡിസ്റ്റൻസ് D2 ഡിസ്റ്റൻസിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. സോ അവിടെ ഇതാണ് ഞാൻ മൂന്നാമത്തേൽ ചെയ്യുന്നത്. സോ λ2 x2 = 1 0 D2 1. അതാണ് ട്രാൻസ്ലേഷൻ മെട്രിക്സ് ഇൻറ്റു λ'' x''. ഓക്കെ, അപ്പോൾ എനിക്ക് ഫൈനൽ കോർഡിനേറ്റ് കിട്ടി. ഇനി ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ABCD മെട്രിക്സ് സിസ്റ്റം മെട്രിക്സ് എന്ന് പറയുന്നത് അത് തന്നെ 2 റിഫ്രാക്ഷനും ഒരു ട്രാൻസ്ലേഷൻ്റെയും കോമ്പിനേഷൻ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് 2 ട്രാൻസ്ലേഷനും കൂടി എക്സ്ട്രാ വന്നു. ട്രാൻസ്ലേഷൻ ത്രൂ എ ഡിസ്റ്റൻസ് -D1 ആൻഡ് ട്രാൻസ്ലേഷൻ ത്രൂ എ ഡിസ്റ്റൻസ് D2. സോ ബേസിക്കലി ഇവിടെ 5 മെട്രിക്സ് ഉണ്ടായിരിക്കും, അതായത് 3 ട്രാൻസ്ലേഷനും 2 റിഫ്രാക്ഷനും. ഓക്കെ, അപ്പോൾ ഈ 3 മെട്രിക്സ് ഇക്വേഷനിൽ നിന്ന് നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ കോർഡിനേറ്റും ഏറ്റവും ഇനീഷ്യൽ കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് λ2 x2 = ആദ്യം ഓക്കെ, ആദ്യം ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ ത്രൂ -D1. സോ λ1 x1 ഇൻറ്റു എ ട്രാൻസ്ലേഷൻ ത്രൂ -D1. അതാണ് ഈ മെട്രിക്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റം മെട്രിക്സ്, ഒരു ലെൻസിൻ്റെ സിസ്റ്റം മെട്രിക്സിൻ്റെ ABCD അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതും കഴിഞ്ഞിട്ട് മൂന്നാമത്തത് എ ട്രാൻസ്ലേഷൻ ത്രൂ എ ഡിസ്റ്റൻസ് D2, അതും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ 3 മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ആ 3 മെട്രിക്സിന് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് താഴത്തെ ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് λ2 x2 = ഒരു B + A D1 - A, then B D2 + A D1 D2 - C D1 - D. നാലാമത്തെ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ C - A D2. ഓക്കെ, സ്ലൈഡ് നോക്കിയാൽ കാണാം. ബേസിക്കലി ഞാനിത് ഒന്നും ചെയ്തതല്ല, ഈ ജസ്റ്റ് ഈ 3 മെട്രിക്സും കൂടിയിട്ട് സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു. ഓക്കെ, നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ബേസിക്കലി ഇതെല്ലാം പോകുമ്പോൾ നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്ത് പോകും. കണ്ടുപിടിക്കാൻ പാടില്ല, എപ്പോഴും എഴുതി പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒരു വൈറ്റ് പേപ്പറിൽ റഫ് പേപ്പറിൽ നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്ത് വെക്കുക. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഓക്കെ, സോ ദിസ് ഇസ് ദ ടോട്ടൽ സിസ്റ്റം മെട്രിക്സ് ഫോർ ആൻ ഇമേജ് പ്ലെയിൻ. ഒരു ഇമേജ് പ്ലെയിനിൻ്റെ സിസ്റ്റം മെട്രിക്സ്, ഒരു ഇമേജ് പ്ലെയിനും ഒബ്ജക്റ്റ് പ്ലെയിനും ആ 2 കോർഡിനേറ്റ് തമ്മിൽ എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അതായത് അത് രണ്ടും കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു മെട്രിക്സ്, അതാണ് ടോട്ടൽ സിസ്റ്റം മെട്രിക്സ് ഫോർ ആൻ ഇമേജ് പ്ലെയിൻ. ഓക്കെ, സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജ് പ്ലെയിനിൻ്റെ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സിസ്റ്റം മെട്രിക്സ്. അപ്പോൾ 5 എലമെന്റ്, അതായത് 3 ട്രാൻസ്ലേഷനും 2 റിഫ്രാക്ഷനും ചേർത്തിട്ടുള്ളൊരു മെട്രിക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ തന്നെ കുറച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ അപ്പോൾ നമുക്കൊരു മെട്രിക്സ് ഇക്വേഷനും കിട്ടി, ഒരു വലിയ മെട്രിക്സ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ അതൊന്ന് ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് x2? രണ്ടാമത്തെ എലമെന്റ് എന്താ? രണ്ടാമത്തെ എലമെന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് സെക്കൻഡ് എലമെന്റ്. കോളം മെട്രിക്സ് x2ലെ സെക്കൻഡ് എലമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓക്കെ, സോ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഓക്കെ, അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. x2 = B D2 + A D1 D2 - C D1 - D ഇൻറ്റു λ1 + C - A D2 ഇൻറ്റു x1. അതാണ് x2 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് x2ൻ്റെ കണ്ടീഷൻ ഈ മെട്രിക്സ് ഇക്വേഷനിലെ ഒരു പാർട്ട് മാത്രം എടുത്ത് എഴുതി, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ,
ഇനി ഞാൻ പറയാണ് ഫോർ എ റേ ഫ്രം ആക്സിയൽ ഒബ്ജക്റ്റ് പോയിന്റ്. ഓക്കെ, ആക്സിയൽ ഒബ്ജക്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ആക്സിസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റേ എന്ന് പറയുന്നത് അവിടുത്തെ ഹൈറ്റ് എത്രയായിരിക്കും? x1 വിൽ ബി 0. ഓക്കെ, x1 0 ആണെന്നുണ്ടെങ്കിൽ ഇമേജും എന്തായിരിക്കണം? അതിന്റെ ഹൈറ്റും 0 ആയിരിക്കണം. ഓക്കെ, അവിടെ ആയിരിക്കും അത് ഫോം ചെയ്യുക. സോ x1ഉം x2ഉം 0 ആയിരിക്കണം. ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഫോർ ഇമേജ് പ്ലെയിൻ. അപ്പൊ അതിൽ ഈ ഇക്വേഷൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ നമ്പർ 5ല് x1 ഈക്വൽ ടു 0, x2 ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ LHSൽ 0 ആയിപ്പോയി, RHSൽ ഒരു ടേം 0 ആയിപ്പോയി. ഓക്കെ, സോ ബേസിക്കലി ആ ഫസ്റ്റ് ടേം, RHSലെ ഫസ്റ്റ് ടേം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഫസ്റ്റ് ടേം നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റിൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്, അതിന്റെ കൂടെ ഇൻറ്റു λ1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ λ1 അതിൽ 0 ആവാൻ പറ്റില്ല. സോ അപ്പൊ എന്തായിരിക്കണം 0? ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റി ആയിരിക്കണം 0. ദാറ്റ് ഈസ് അതൊന്ന് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ബി d2 പ്ലസ് എ d1 d2 മൈനസ് സി d1 മൈനസ് d ഈക്വൽ ടു 0. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എൻ ഇമേജ് പ്ലെയിൻ. ഒരു ഇമേജ് പ്ലെയിനിന്റെ കണ്ടീഷൻ ആണത്. ഓക്കെ, അതിൽ ABCD ഉണ്ട്. ABCD എന്ന് പറയുന്നത് നമ്മുടെ ഗോസ് കോൺസ്റ്റന്റ് ആണ്. ആ സിസ്റ്റമെട്രിക്സ് ഉണ്ടാക്കി നമ്മളൊരു ഒരു ലെൻസിന്റെ, ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ, അത് തന്നെ ഒരു വലിയ എക്സ്പ്രഷനാണ്. പിയിലും ഡിസ്റ്റൻസ് പിയും ഡിയും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ that is equal to 0, ഈ ഇക്വേഷൻ, this is the condition for an image plane. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മെട്രിക്സ് ഉണ്ട്, ഇമേജ് പ്ലെയിൻ്റെ ഒരു മെട്രിക്സ് ഉണ്ട്, മറ്റേ 5 എലമെന്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള മെട്രിക്സ്. അതിലെ സെക്കൻഡ് റോ ഫസ്റ്റ് എലമെന്റ് ആയിരുന്നു നേരത്തെ പറഞ്ഞ ഈ സാധനം, ഈ സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് 0 ആയി കഴിഞ്ഞാൽ അപ്പൊ തിരിച്ച് ആ മെട്രിക്സിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിസ്റ്റം മെട്രിക്സ് ഫോർ ഇമേജ് പ്ലെയിൻ. അപ്പൊ നമുക്ക് കിട്ടും λ2 x2 ഈക്വൽ ടു b പ്ലസ് എ d1 മൈനസ് എ 0 c മൈനസ് എ d2 ഇൻറ്റു λ1 x1. ഓക്കെ, അപ്പൊ നമ്മുടെ സിസ്റ്റം മെട്രിക്സ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മാറി. ഒരു വലിയ എക്സ്പ്രഷൻ അവിടെ പോയിട്ട് അവിടെ 0 ആയിട്ട് വന്നു. ഓക്കെ, എഗെയിൻ ഇവിടെ നിന്ന് വാട്ട് ഈസ് x2 എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് x2. ഓക്കെ, അപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ഇൻറ്റു λ1 0 ആയിപ്പോയി, പ്ലസ് സി മൈനസ് എ d2 ഇൻറ്റു x1. സോ x2 ഈക്വൽ ടു സി മൈനസ് എ d2 ഇൻറ്റു x1. ഇതായിരിക്കും എന്ത്? x1ഉം x2ഉം തമ്മിലുള്ള റിലേഷൻ. x1 എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ്, x2 എന്ന് പറയുന്നത് ഇമേജിന്റെ ഹൈറ്റ്. അപ്പൊ x2 ബൈ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ഇമേജ് ടു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. സോ x2 ബൈ x1 ഈസ് നത്തിങ് ബട്ട് മാഗ്നിഫിക്കേഷൻ. ഒരു ലെൻസ് വെച്ചിട്ട് അത് മാഗ്നിഫൈ ആയോ ഡിമിനിഷ്ഡ് ആയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ x2 ബൈ x1 ഈക്വൽ ടു c മൈനസ് എ d2. ഓക്കെ, സോ ദാറ്റ് ഈസ് മാഗ്നിഫിക്കേഷൻ. എഗെയിൻ ഈ മെട്രിക്സിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലെ 4ാമത്തെ എലമെന്റ് ആണ് സി മൈനസ് എ d2. അതെന്തായിരിക്കും? മാഗ്നിഫിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത സ്ലൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്നുമില്ല, നേരത്തെ ചെയ്ത ഇമേജ് പ്ലെയിനിന്റെ സിസ്റ്റം മെട്രിക്സ് ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് ഒരുവിധം നമ്മൾ ഈ ചെയ്യുന്ന കേസിൽ എല്ലാത്തിന്റെ ഡിറ്റർമിനന്റ് എടുത്താലും ദാറ്റ് വിൽ ബി 1. ട്രാൻസ്ലേഷൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്, റിഫ്രാക്ഷൻ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. ഓക്കെ, രണ്ട് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 1 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏത് കോമ്പിനേഷന്റെ മെട്രിക്സും, ഓക്കെ, അതായത് ബേസിക്കലി ഇതെല്ലാം മെട്രിക്സ് ഒക്കെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഇൻഡിവിജ്വൽ മെട്രിക്സസിന്റെ ഡിറ്റർമിനന്റിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ ഡിറ്റർമിനന്റ് 1. ഓക്കെ, അഡ്മിറ്റഡ്. ഓക്കെ, അപ്പൊ എല്ലാ മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇമേജ് പ്ലെയിനിന്റെ സിസ്റ്റം മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് എ ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആയിപ്പോയി. സോ ബി പ്ലസ് എ d1 ഇൻറ്റു സി മൈനസ് എ d2 ഈക്വൽ ടു 1. ഓക്കെ, അല്ലെങ്കിൽ ബി പ്ലസ് എ d1 ഈക്വൽ ടു സി മൈനസ് എ d2
ആയിരിക്കും. അതിൽ സി മൈനസ് എ ഡി ടുവിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നേരത്തെ കണ്ടുപിടിച്ചത്. സോ ബി പ്ലസ് എ ഡി വൺ എന്ന് പറയുന്നത് 1/m ആയിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോമുല നമുക്ക് കിട്ടി. സോ ലാംഡ ടു എക്സ് ടു ഈക്വൽ ടു 1/m മൈനസ് എ 0m ഇൻറ്റു ലാംഡ 1 x1 in terms of magnification. ഓക്കെ, മാഗ്നിഫിക്കേഷൻ്റെ ടേമിൽ നമുക്ക് ഈ ഇമേജ് പ്ലെയിനിൻ്റെ ടോട്ടൽ സിസ്റ്റം മാട്രിക്സ്, അതായത് ഒബ്ജക്റ്റ് മുതൽ ഇമേജ് വരെയുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ മൊത്തം സിസ്റ്റം മാട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മാട്രിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ഒബ്ജക്റ്റ് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക, ഓക്കെ, ഇമേജിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ പ്രോബ്ലം സെഷനിൽ എത്തുമ്പോൾ അതിൻ്റെ ശരിക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാവും. പ്രോബ്ലം തരാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, നൗ okay, so image plane കിട്ടി. Now we will go to thick lens. Okay, ലെൻസ് ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ലെൻസ്. ഓക്കെ, സോ അപ്പം ഞാനിവിടെ ഫിഗർ നോക്കിയാൽ കാണാം ഒരു ലെൻസ് ഉണ്ട്, ഡബിൾ കോൺവെക്സ് ലെൻസ് തന്നെയാണ്, വേറെ ലെൻസ് ഒന്നുമല്ല. ഓക്കെ, അപ്പം അതിൻ്റെ തിക്നെസ് സ്മോൾ ടി ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ദെൻ ബാക്കിയെല്ലാം ഓരോ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓല് ഇമേജ് ഐയിൽ ഇമേജ് ഫോം ചെയ്യും. ഒബ്ജക്ട് ഡിസ്റ്റൻസ് പറയുന്നത് -d1 ആയിട്ട് എടുത്തു. ഇമേജ് ഡിസ്റ്റൻസ് പറയുന്നത് d2 ആയിട്ട് എടുത്തു. രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്, ഒന്നിന് r1 എന്ന് എടുത്തു, ഒന്നിന് r2 എന്ന് എടുത്തു. ഓക്കെ, ഈ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ആണെന്ന് എടുത്തു. ഔട്ട്സൈഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എയർ ആണെങ്കിൽ ദാറ്റ് വിൽ ബി 1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും കണ്ടീഷൻ വെച്ചിട്ട് ഞാൻ തിക്ക് ലെൻസിലേക്ക് പോവാണ്. ഓക്കെ, ടി ആണ് തിക്നെസ് ഓഫ് ദ ലെൻസ്. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ കോൺവെക്സ് ലെൻസിന്റെ സിസ്റ്റം മാട്രിക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് എസ് ഈസ് ഗിവൺ ബൈ 1 മൈനസ് P2 d/n ആയിരുന്നു, ക്യാപിറ്റൽ ഡി, വേർ ഡി ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു റിഫ്രാക്റ്റിംഗ് സർഫസ്. ഓക്കെ, അപ്പോൾ അതിന് വേറെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, തിക്നെസ് ഓഫ് ലെൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത സിസ്റ്റം മെട്രിക്സിൽ എവിടെയൊക്കെ ക്യാപിറ്റൽ ഡി വരുന്നുണ്ടോ അവിടെയൊക്കെ ഞാൻ റീപ്ലേസ് വിത്ത് ടി. സർ സൗപർണികൻ ഒന്ന് ആഡ് ചെയ്യോ? ഓക്കെ, ഡൺ. ഓക്കെ, സോ ദിസ് ഇസ് ദ സിസ്റ്റം മെട്രിക്സ് ഫോർ എ തിക്ക് ലെൻസ്. തിക്ക് ലെൻസിന്റെ സിസ്റ്റം മെട്രിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ ഞാൻ ഒബ്ജക്റ്റിൽ തിക്ക് ലെൻസിന്റെ ഫ്രണ്ടിൽ ഒരു ഡി ഡിസ്റ്റൻസിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു, d2 ഡിസ്റ്റൻസിൽ ഇമേജ് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ ഫോർ ഇമേജ് പ്ലെയിൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബി d2 പ്ലസ് എ d1 d2 മൈനസ് സി d1 മൈനസ് ഡി ഈക്വൽ ടു 0. ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഇമേജ് പ്ലെയിൻ. ഓക്കെ, അതിൽ ABCD എന്താണെന്ന് അതിനു മുന്നേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗോസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിലെ ഓരോ ഗോസ് കോൺസ്റ്റന്റും നമുക്കറിയാം, അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ബിക്ക് പകരം 1 മൈനസ് P2 t/n എന്ന് എഴുതാം. ദാറ്റ് ഈസ് അതിലെ പി എന്ന് പറയുന്നതും എന്താ പറയുക, സെക്കൻഡ് സർഫസിന്റെ പവർ ആണ്. ദാറ്റ് ഈസ് n2 മൈനസ് n1/r. അത് പിന്നെയും കയറി വരും, അത് അവിടെ നിൽക്കട്ടെ. തൽക്കാലം 1 മൈനസ് P2 t/n ഇൻറ്റു d2. അതുപോലെ എക്ക് പകരം P1 പ്ലസ് P2 മൈനസ് P1 P2 t/n എന്ന് എഴുതാം, ഇൻറ്റു d1 d2 മൈനസ് സിക്ക് പകരം 1 മൈനസ് P1 t/n എന്ന് എഴുതാം, ഇൻറ്റു d1 മൈനസ് ഡിക്ക് പകരം മൈനസ് t/n മൈനസ് t/n ഈക്വൽ ടു 0. ദാറ്റ് ഇസ് എ കണ്ടീഷൻ ഫോർ ഇമേജ് പ്ലെയിൻ. ഇമേജ് പ്ലെയിൻ്റെ കണ്ടീഷൻ എഴുതി. ഓക്കെ, ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ താഴത്തെ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഒന്ന് സിമ്പിളായിട്ട് റീഅറേഞ്ച്, നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് നോക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ കിട്ടി. ഇങ്ങനെ കണ്ടീഷൻ കിട്ടിയിട്ട് മൊത്തം ഞാൻ d1 d2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, എന്നാലേ ഈ കണ്ടീഷൻ കിട്ടുള്ളൂ. ഓക്കെ, ഇനി
അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോർമുലയിൽ കിട്ടും. ഓക്കെ, P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N പ്ലസ് 1 ബൈ D1 മൈനസ് 1 ബൈ D2 മൈനസ് P2 T ഡിവൈഡഡ് ബൈ N D1 പ്ലസ് P1 T ഡിവൈഡ് ബൈ N D2 പ്ലസ് T ഡിവൈഡഡ് ബൈ N D1 D2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി കൺസിഡർ എ കേസ് വേർ ഒബ്ജക്റ്റ് ഈസ് very far away as compared to the thickness of the lens. Okay, so D1 എന്ന് പറയുന്നത് കുറച്ച് ദൂരത്താണ്, D2 എന്ന് പറയുന്നത് കുറച്ച് ദൂരത്താണ്. Compared to the thickness, D1 greater than T, very much greater than T. Similarly, D2 very much greater than T. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഈ നേരത്തെ എഴുതിയ എക്സ്പ്രഷനിൽ T ഡിവൈഡഡ് ബൈ D1 എന്നോ അല്ലെങ്കിൽ T ഡിവൈഡ് ബൈ D2 എന്നോ അല്ലെങ്കിൽ T ഡിവൈഡ് ബൈ D1 D2 എന്നോ വരുന്നത് that will become 0. ഓക്കെ, വളരെ കൂടുതലാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിലെ ലാസ്റ്റ് 3 ടേം 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ D2 മൈനസ് 1 ബൈ D1 അങ്ങനെയായിട്ട് മാറും. അതിലെ D2 എന്ന് പറയുന്നത് V ആണ്, മൈനസ് D1 എന്ന് പറയുന്നത് U ആണ്. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ RHSലുള്ള 1 ബൈ D2 മൈനസ് 1 ബൈ D1 എന്ന് പറയുന്നത് 1 ബൈ V പ്ലസ് 1 ബൈ U ആയിട്ട് മാറും. 1 ബൈ V പ്ലസ് 1 ബൈ U എന്ന് പറഞ്ഞാൽ 1 ബൈ F ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N എന്ന് പറയുന്നത് 1 ബൈ F ആയിട്ട് മാറും. വേർ F ഈസ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ഓക്കെ, ഓക്കെ, അപ്പോൾ അത് P1 പ്ലസ് P2 മൈനസ് P1 P2 T ബൈ N ഈക്വൽ ടു 1 ബൈ F കിട്ടി. ഓക്കെ, അപ്പോൾ അതിലെ P1 എന്ന് പറയുന്നത് N2 മൈനസ് N1 ബൈ R ആണ്. N2 എന്ന് പറയുന്നത് ആ ലെൻസിൻ്റെ ഫസ്റ്റ് സർഫസ് ആണ്. N2 എന്ന് പറയുന്നത് ഗ്ലാസിൻ്റെ ഉള്ളിലും N1 എന്ന് പറയുന്നത് എയറും ആണ്. ഓക്കെ, അപ്പോൾ N2 എന്ന് പറയുന്നത് N ആയിരിക്കും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. N1 എന്ന് പറയുന്നത് 1 ആയിരിക്കും. So basically P1 will be N minus 1 by R1. P2 will be minus N minus 1 by R2. നേരെ തിരിച്ചു വരും, ചെറിയൊരു മൈനസ് കയറി വരും ഇവിടെ. ഓക്കെ, ദെൻ P1 P2 ഇതേ സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു T ബൈ N ഈക്വൽ ടു 1 ബൈ F. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും. 1 ബൈ F ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൽ 1 മൈനസ് R1 1 ബൈ R1 സോറി 1 ബൈ R1 മൈനസ് 1 ബൈ R2 പ്ലസ് N1 by R1 R2 into T by N അങ്ങനെ ഒരു ഫോർമുല കിട്ടും. ഓക്കെ, so that is the relation between focal length of a thick lens, radii of curvature of thick lens, refractive index of thick lens and thickness of the thick lens. ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻ ഒരു തിക്ക് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് ഇപ്പം നമ്മളിവിടെ കണ്ടുപിടിച്ചത്. Now we will go to the case of thin lens. Thin lens ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഇത്രയും ചെയ്ത സ്റ്റെപ്പുകളൊക്കെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സാമിന് വെറും തിൻ ലെൻസ് മാത്രം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിക്ക് ലെൻസ് ചെയ്ത അതേ മെത്തേഡിൽ ചെയ്തു വരണം. ഓക്കെ, ഞാൻ ഫോർ സിംപ്ലിസിറ്റി ഈ തിക്ക് ലെൻസിൽ എവിടെയൊക്കെ ടി വരുന്നുണ്ടോ അവിടെ ഞാൻ തിൻ ലെൻസിൻ്റെ കേസിൽ ടി ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, തിക്നെസ് 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ തിൻ ലെൻസിൻ്റെ സിസ്റ്റമെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ തിക്ക് ലെൻസിൻ്റെ സിസ്റ്റമെട്രിക്സ് എടുക്കുക. ഓക്കെ, എവിടെയൊക്കെ ടി വരുന്നുണ്ടോ അതിനെന്താക്കുക 0 ആക്കുക. അപ്പോൾ ഇവിടെ ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി, ഈ ടേം 0 ആയിപ്പോയി. ഓക്കെ, സോ അങ്ങനെ തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം മെട്രിക്സ് ഫോർ എ തിൻ ലെൻസ് വിൽ ബിക്കം S ഈക്വൽ ടു 1 മൈനസ് P1 പ്ലസ് P2 0 1 ഇത്രയായിട്ട് മാറും. ദെൻ ഫോക്കൽ ലെങ്ത് അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത്തിന്റെ റിലേഷൻ കിട്ടണമെങ്കിൽ 1 ബൈ F ഈക്വൽ ടു N മൈനസ് 1 ഇൻറ്റു 1 ബൈ R1 മൈനസ് 1 ബൈ R2. തൊട്ട് മുന്നത്തെ സ്ലൈഡിലെ എവിടെയൊക്കെ ടി വരുന്നുണ്ടോ അതൊക്കെ 0 കൊടുത്താൽ മതി. ഓക്കെ, ഈ സാധനം നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് കാൾഡ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഒരു തിൻ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും റേഡിയൈ ഓഫ് കർവേച്ചറും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷനാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ എന്ത് വെച്ചിട്ട് കണ്ടുപിടിച്ചു?
മെട്രിക്സ് മെത്തേഡ്സ് വെച്ചിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മെട്രിക്സ് മെത്തേഡിലെ ചാപ്റ്ററിലെ പോർഷൻസ് തീർന്നു. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസും കൂടി ചെയ്താൽ മാത്രമേ എവിടെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അത് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ വേറെ ഡൗട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ദെൻ അസൈൻമെൻറ്റ് തരാം. അസൈൻമെൻറ്റ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so we'll stop here.